ജോസ് കെ മാണിയുടെ പാർട്ടി പിളരാൻ പോവുകയാണ് എന്ന് ഉറപ്പിച്ചതോടുകൂടി ജോസ് കെ മാണി ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനും രാജ്യസഭാ MP സ്ഥാനം നിലനിർത്താൻ ഇനി BJP ആണ് ഏക വഴിയെന്ന തിരിച്ചറിവിലേക്കും എത്തി നിൽക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ ചിരകാല വൈരിയായിരുന്ന PC ജോർജ്, അതായത് അവസാന നാളുകളിൽ KM മാണി ഏറ്റവും കൂടുതൽ നഖശികാന്തം എതിർത്തിരുന്ന PC ജോർജുമായി സഖ്യമുണ്ടാക്കാൻ വരെ തീരുമാനിച്ചിരിക്കുന്നു എന്ന രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും PC ജോർജും PJ ജോസഫും തമ്മിൽ അതിശക്തമായ നിലപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ പോലും പരസ്പരം അള്ളുവെക്കുന്ന, പ്രത്യേകിച്ചും PC ജോർജാണ് അങ്ങോട്ട് കയറി മാന്താൻ ചെല്ലുന്നത്. PJ ജോസഫ് സമീപനം പാലിച്ച് നിൽക്കുന്ന പല സമയങ്ങളിലും PC ജോർജ് സാഹചര്യം പോലും നോക്കാതെ കൃത്യമായും PJ ജോസഫിനെതിരെ ഇട്ട് താങ്ങുന്ന ഒരു കാഴ്ച പതിവായിരുന്നു. PJ ജോസഫിനെതിരെ നിരന്തരമായി പരാതി ഉന്നയിക്കലായിരുന്നു PC ജോർജിൻ്റെ അവസ്ഥ. PC ജോർജ് KM മാണിയെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് പാലാ മെമ്പർ എന്ന രീതിയിലാണ്. എന്നാലും ഇപ്പോൾ ജോസ് കെ മാണിയുടെ കൺകണ്ട ശത്രു എന്നത്, നമ്മൾ കൺകണ്ട ദൈവം എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്, എന്നാൽ കൺകണ്ട ശത്രു എന്ന് പറയുന്നത് ഇപ്പോൾ PJ ജോസഫും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമാണ്. വാസ്തവത്തിൽ PJ ജോസഫിനേക്കാൾ ഏറെ ജോസ് കെ മാണിക്ക് ശത്രുതയുള്ളത് തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന കടുത്തുരുത്തി MLA ആയിട്ടുള്ള മോൻസ് ജോസഫിനെയാണ് എന്ന് പലപ്പോഴായി പല രീതിയിൽ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഏതായാലും PJ ജോസഫിന് കോട്ടയം സീറ്റ് ഒരിക്കൽ ചോദിച്ചപ്പോൾ മത്സരിക്കാൻ കൊടുത്ത KM മാണിയെ പിന്തിരിപ്പിച്ച് ആ സീറ്റ് ചാഴിക്കാടന് കൊടുത്തതിനുള്ള മധുര പ്രതികാരം അദ്ദേഹം വീട്ടി കഴിഞ്ഞു. കോട്ടയം സീറ്റ് കൃത്യമായും ഫ്രാൻസിസ് ജോർജ് വഴി ജോസഫ് ഗ്രൂപ്പ് ചാഴിക്കാടനിൽ നിന്നും 90,000-ഓളം വോട്ടുകൾക്ക് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ BJP വളരില്ല എന്നറിയാമെങ്കിലും ജോസ് കെ മാണിയുടെ ഒരേ ഒരു ആഗ്രഹം കേന്ദ്രമന്ത്രിയാവുക എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിയായാൽ വലിയ ഹൈപ്പായിരിക്കും. ഒരുപക്ഷെ KM മാണിയും ആഗ്രഹിച്ചിരുന്നതാണ്, തൻ്റെ മകനെ എങ്ങനെയെങ്കിലും കേന്ദ്രമന്ത്രിയാക്കാൻ എങ്ങനെ ശ്രമിക്കാം. അതായിരുന്നു മാണിയുടെ പ്രധാന നിറവേറ്റപ്പെടാതെ പോയ ഒരാവശ്യം. ധാരാളം സ്വത്ത് സമ്പാദിച്ചു, വലിയ രീതിയിൽ കൈക്കൂലി ആരോപണമൊക്കെ ഉണ്ടായി, അതിസമ്പന്നനായി, ഒക്കെ സംഭവം ശരിയാണ്. 10-15 തലമുറയ്ക്ക് സുഭിക്ഷമായി ഉണ്ടുറങ്ങാനുള്ള വസ്തുവകകൾ അദ്ദേഹം സമ്പാദിച്ചു കൂട്ടി. എന്നാലും കരിഞ്ഞുഴാക്കൽ മാണിക്ക് സ്വന്തം മകനെ കേന്ദ്രമന്ത്രിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത്, വയസ്സാം കാലത്ത് അലട്ടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് നിറവേറ്റാൻ കൃത്യമായി ജോസ് കെ മാണിയും പരിവാരങ്ങളും കൂടി BJPയിലേക്ക് ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ BJPയിലേക്ക് ചേരുമ്പോൾ ജോസ് കെ മാണി ചോദിക്കുന്ന സീറ്റുകൾ BJP ജോസ് കെ മാണിക്ക് കൊടുക്കുകയാണെങ്കിൽ മാത്രം എന്ന രീതിയിലേക്ക് ഒരു ഫോർമുല വെച്ചിരിക്കുകയാണ്.